ഉം. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. നമ്മളൊരല്പം ഡീറ്റെയിൽഡ് ആയിട്ട് പോവുക. അതിനകത്ത് ആവശ്യമുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പൊ തുടക്കത്തില് Yeah. AI curriculum hopes to inspire AI readiness in you. ആ ഒരു ഉദ്ദേശത്തോടെ ഇന്ത്യയിൽ പ്രിപ്പയർ ചെയ്ത ഒരു ഡോക്യുമെന്റ് ആയിരുന്നു. We hope you will get a deep understanding of AI, access to AI-powered tools and the ability to create solutions with AI. ഇത് ഇന്ത്യയിൽ പറയുന്നത് കൊണ്ട് കുറച്ച് ആധികാരികത തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഉം. നോക്കാന്ന് വിചാരിച്ചു. വെൽക്കം ടു ആൻ ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. വാട്ട് ഡു യു തിങ്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ്? ഒന്ന് പറയുക ഒരു ലൈൻ. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചാല് ഹ്യൂമൻ ഇന്റലിജൻസിനെ മിമിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ ഒരു ടെക്നോളജി. അപ്പൊ അതിനകത്ത് ഒരു നമുക്ക് മിമിക്രി എന്നല്ലേ പറയുള്ളൂ. അങ്ങനത്തെ അത് മാത്രമേ ഉള്ള. ഹ്യൂമൻ ഇന്റലിജൻസ് ഇന്ത്യ തന്നെയല്ലേ, അതിനു വേണ്ടിട്ടല്ലേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആദ്യം തന്നെ ഉണ്ട്. ഓക്കെ, താഴെ വരുന്നുണ്ട്. വാട്ട് ഡു യു തിങ്ക്, വാട്ട് ഡു യു വാണ്ട് ടു ലേൺ അബൌട്ട് AI? അതൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എന്താണ് AI എന്ന് പഠിക്കേണ്ടത്? വാട്ട് യു വാണ്ട് ടു ലേൺ അബൌട്ട് AI? AI പഠിക്കാന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അതിനകത്തൊന്ന് പഠിക്കേണ്ടത്? ഇപ്പൊ എല്ലാ AI ചെയ്യുമ്പോ AI നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് പറ. AI എന്ന് പഠിക്കാന്ന് പറയുമ്പോൾ എന്താ പഠിക്കാൻ ഉദ്ദേശിച്ചത്? ഇപ്പൊ പൈത്തൺ പഠിക്കുമ്പോൾ നമുക്ക് പറയാം പ്രോഗ്രാമിംഗ് പഠിക്കുകയാണ്. പല കാര്യങ്ങളും നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും എന്ന് പറയും. അല്ലെ വെബ് ഡിസൈനിങ് പഠിക്കുമ്പോൾ നമുക്ക് വെബ് ഡിസൈൻ, സൈറ്റുകൾ ഉണ്ടാക്കാനുള്ളതാണെന്ന് പറയാം. അപ്പോ AI പഠിക്കുക എന്ന് പറഞ്ഞാല് AI എന്താ പഠിക്കണ്ടേ? മെഷീൻ എങ്ങനെ ലേൺ ചെയ്യുന്ന അതൊരു കൺസെപ്ച്വൽ ഐഡിയ അല്ലെ, മെഷീൻ എങ്ങനെ ലേൺ ചെയ്യാന്നുള്ളത്. പിന്നെ ഇതിനകത്തും അൽഗോരിതംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കണം വേണ്ടേ? പിന്നെ ഓവറാൾ ഇത് പല ചേഞ്ചസും വരുത്തുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അങ്ങനെയില്ലേ? എല്ലാ വർക്കിംഗ് എൻവറോൺമെന്റിലും AI ഇന്റഗ്രേറ്റഡ് ആകുന്നു. ഇപ്പൊ വേർഡ് എടുത്താലും എക്സൽ എടുത്താലും ഇപ്പൊ ചില അക്കൗണ്ടിങ് പാക്കേജ് എടുത്താലും പ്രോഗ്രാമിംഗ് ടൂൾസ്, അതായത് നമ്മൾ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്ന എൻവറോൺമെന്റ് പോലും AI ഇന്റഗ്രേറ്റഡ് ആകുന്നുണ്ട് അല്ലെ? പിന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഒക്കെ ഇതിന്റെ ഭാഗമാണ്. ഇവിടെ നമ്മൾ കൂടുതലും ഇതിന്റെ APIs ഒക്കെ കണക്ട് ചെയ്ത് അത് ഉപയോഗിക്കാം. അങ്ങനെ ഒരു കാര്യം കൂടെ പറയേണ്ടി വരും അല്ലെ? നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി ഇതിന്റെ APIs ഉപയോഗിക്കാം. പിന്നെ ഇപ്പോ ഡീപ് സീക്ക് ചൈന ഇറക്കി, ഇന്ത്യയിലും പല ഡെവലപ്മെന്റ്സ് ഉണ്ടെന്ന് പറയുന്നു. ഇതിന്റെ പ്രോജക്റ്റിന്റെ ഭാഗമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുമോ? നമ്മൾ ശരിക്കും ഒരു ലോകത്തിന് മുഴുവൻ ഷോക്ക് കൊടുക്കുന്ന പോലെ ഒന്ന് ഡീപ് സീക്കുമായിട്ട് വന്നു അല്ലെ? എന്നിട്ട് ഇപ്പൊ പറയുന്നുണ്ട് ഇന്ത്യക്കും പലതും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ആ പ്രോജക്റ്റുകളായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും, ഇത് ഓപ്പൺ സോഴ്സ് ആണെങ്കിൽ നമുക്ക് അതിന്റെ കോഡിങ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും, ഒരു സ്വല്പമെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷന്റെ കാര്യം പോസിബിൾ ആണോ? അങ്ങനെ എന്തെങ്കിലും അറിയാവോ? അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ അല്ലെ? ധാരാളം AI റിലേറ്റഡ് ന്യൂസുകൾ വരുന്നുണ്ട്, ധാരാളം AI പ്രോജക്റ്റുകൾ ലോകത്ത് നടക്കുന്നുണ്ട്. അത് പലതും വലിയ ന്യൂസ് ആയിട്ട് തന്നെ ഇപ്പൊ വരുന്നുണ്ട് അല്ലെ? ഇപ്പോ ChatGPT വന്നപ്പോൾ നമുക്കൊരു വലിയ മാറ്റം ഉണ്ടായി. ഉടനെ ഗൂഗിളിന്റെ ജെമിനൈ വന്നു. പിന്നെ കുറെ അധികം ഉണ്ട്.
ഇപ്പൊ അവസാനം ഡീപ് സീക്ക് നമ്മൾ കേൾക്കുമ്പോൾ ആ US കംപ്ലീറ്റ് കാര്യങ്ങളും ചൈന ബ്രേക്ക് ചെയ്തു. വലിയൊരു വ്യത്യാസം ഡീപ് സീക്ക് ഉണ്ടാക്കി എന്ന് പറയും. ഇന്ത്യയിലും അതിനോടനുബന്ധമായിട്ട് നമുക്ക് പ്രാദേശിക ഇന്ത്യയിലും പല AI പ്രോജക്റ്റുകൾ ഉണ്ടെന്നും ഇതിനോട് കിടപിടിക്കുന്ന വിധത്തിൽ ചില പ്രോജക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ പറയും. അപ്പോ ഇതിന്റെ ലേണിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാവോ, കേട്ടിട്ടുണ്ടോ? അതില് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ അങ്ങനെ വല്ല പ്ലാൻ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? എന്റെ ചോദ്യം മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. ഒന്ന് പറയുക എന്തെങ്കിലും. ഇതിപ്പോ ഓപ്പൺ സോഴ്സ് കോഡൊക്കെ ആണെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ? ഒന്ന് പറഞ്ഞേ, എന്തെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഈ മേഖലയിലേക്ക് നോക്കാൻ പറ്റുമോ? എന്റെ ചോദ്യം മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്കത് ഇന്നൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഹൈലൈറ്റാ അല്ലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കുകയോ വായിക്കുകയോ ആരെങ്കിലും പറയുകയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ? ഇപ്പം ഇതിന്റെ അടുത്തൊരു AI ഉണ്ടായിട്ടില്ല, കുറച്ച് ഫേമസ് ആയിട്ട് എന്തോ ഡെവിനെ എന്നിട്ട് അത് കുറച്ച് എന്താ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എടുക്കുന്ന അതേ ഇത് വർക്ക് തന്നെ ആ AI ചെയ്യുന്ന പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ കോഡ് ജനറേറ്റ് ചെയ്യുന്നതാണോ? കുറച്ചും കൂടി ഇതായിരിക്കും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ എന്ത് കോഡ് എടുത്താലും ചെയ്യുന്ന ഒരു അതിപ്പോ ഞാൻ പറയുന്നില്ലേ, അതായത് ഇപ്പൊ നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന എൻവറോൺമെന്റ് IDEs അവിടെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് കോഡിന്റെ കാര്യത്തിൽ. അങ്ങനത്തെ അല്ല, ഇത് ജസ്റ്റ് നമ്മള് സാധാ നമ്മൾ എന്ത് പ്രോബ്ലം കൊടുത്താലും ഇപ്പം അതെന്ന് വെച്ചാൽ അവര് പറയുന്ന വെച്ചാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ മാറ്റി നിർത്തുന്ന പറഞ്ഞു AI വന്ന് അത്രക്കും ഇതാവെന്ന് പറഞ്ഞു. അങ്ങനെയുണ്ടോ? കുറച്ചെങ്കിലും പേര് വേണ്ടേ? മാറ്റി നിർത്തുന്നുണ്ടോ? അത്രക്ക് അത് യൂസ് ചെയ്യുന്ന ആൾക്കാരെ മാത്രം, അവർക്ക് മാത്രം യൂസ് ചെയ്യാം, ബാക്കി വർക്ക് ലോഡെല്ലാം കുറയും. കുറച്ചു പേരെ മതി. അതായത് ഇപ്പോ ഒരു 100-500 പേരെ വേണ്ടെടുത്ത് ഒരു 5-10 പേരൊക്കെ വെച്ച് വേണമെങ്കിൽ റൺ ചെയ്യാം എന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ ചോദിച്ചത് അങ്ങനെയല്ല. ഞാൻ ചോദിച്ചത് അങ്ങനെ ഒരു മാറ്റമുണ്ട്. ഞാൻ ചോദിച്ചത് ഇങ്ങനെ നടക്കുന്ന പല പ്രോജക്റ്റുകളിലും നമുക്ക് എന്തെങ്കിലും ഐഡിയ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയോ അതിനോട് സഹകരിക്കാനോ പറ്റുമോ? ഇപ്പോ ഡീപ് സീക്ക് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഏറ്റവും അവസാനം പറയുന്ന ഒരു പ്രോജക്റ്റ്. ഇങ്ങനെ ചില പ്രോജക്റ്റുകൾ ഇന്ത്യയിലുണ്ട്. അതിലേക്ക് നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും വഴികളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഒന്ന് നോക്ക് കേട്ടാ. ഹലോ ഋതുലേ, ഋതുലേ കേൾക്കുന്നില്ലേ? അതോ കണക്ഷൻ പോയാ? ഹലോ ഹലോ, എന്റെ ഈ കണക്ഷൻ അങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ടോ? ലൈൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹലോ ഓഡിയോ മ്യൂട്ട് ആണല്ലോ ഋതുലേ.
Russell. ഹലോ. ഹലോ, കേക്കാവോ? ആ നെറ്റ് കുറച്ച് സ്ലോ ആണ്. ആ അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രോജക്റ്റുകൾ, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും നോക്കിയിട്ട് ഒരു ഉത്തരം പറയട്ടാ. ഉം. അതായത് ബീങ് എ കോളേജ് സ്റ്റുഡൻറ് ഓർ അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രോജക്റ്റുകൾ ഇൻവോൾവ് ചെയ്യാൻ പറ്റുമോ? അതിനകത്ത് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ? ഓക്കെ. ഈ ഓപ്പൺ നമ്മളിപ്പം ഹലോ, കേക്കാലോ അല്ലേ? കേക്കാലോ അല്ലേ? ഇപ്പൊ ഓപ്പൺ സോഴ്സിലൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓപ്പൺ സോഴ്സിലൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതറിയാലോ അല്ലേ? പക്ഷെ അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇതിന്റെ ഓപ്പൺ സോഴ്സിന്റെ ഭാഗമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് പോസിബിൾ ആണോ? അതൊരു വലിയ അഡ്വാൻറ്റേജ് അല്ലേ? ഹലോ, അതൊരു വലിയ അഡ്വാൻറ്റേജ് അല്ലേ? ഓക്കെ, ഹൗ ഡു യു തിങ്ക് വി ഷുഡ് ഗോ അബൌട്ട് ഇറ്റ്? അപ്പൊ അതൊന്ന് പറയുക, അതെങ്ങനെയാ നമുക്ക് ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ളത്. വാട്ട് വിൽ യു ലേൺ? നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഒരു പ്രോജക്റ്റ് എങ്ങനെയാണ്, ചില പ്രോജക്റ്റുകളുടെ എക്സാമ്പിൾ, പിന്നെ കുറെ അധികം ഡേറ്റ സെക്യൂരിറ്റി, ഡേറ്റ ലിറ്ററസി, അങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. When a machine possesses the ability to mimic human traits, human traits സ്വഭാവമാണ്, make decision, predict the future, learn and improve on its own. ഇതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. കളക്ട് ഡേറ്റ, അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, അനലൈസ് ഇറ്റ്, ലേൺ ഫ്രം ഇറ്റ് ആൻഡ് ഇംപ്രൂവ്. എ ടൈപ്പ് ഓഫ് ടെക്നോളജി ആൻഡ് എ ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് എ എന്ന് പറയുന്നത്. അതിനകത്ത് ഏബിൾ ടു പെർഫോം ടാസ്ക് ദാറ്റ് നോർമലി റിക്വയർ ഹ്യൂമൻ ഇന്റലിജൻസ്. Artificial intelligence covers a broad range of domains and applications and is expected to impact every field in the future. The core idea to build machines and algorithms which are capable of performing computational tasks that would otherwise require human-like brain function. അപ്പോ ഇതാണ് അതിന്റെ ഒരു കോർ സംഭവം. നമ്മൾ മെഷീൻസ് ആൻഡ് അൽഗോരിതംസ്, അത് കമ്പ്യൂട്ടേഷണൽ ടാസ്ക് പെർഫോം ചെയ്യാൻ പറ്റും ഹ്യൂമൻ ലൈക്ക് ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്ന പോലെ. അപ്പൊ മിമിക്സ് ഹ്യൂമൻ ഇന്റലിജൻസ്, റിയൽ വേൾഡ് പ്രോബ്ലം സോൾവ് ചെയ്യും. ഹലോ, റിതിലില്ലേ? ഇതിലുണ്ടല്ലോ അല്ലേ? ഇതെങ്ങനെയാ ഒന്ന് ഫില്ല് ചെയ്യുന്നത്? ഹൗ ഡു യു തിങ്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാൻ ഹെൽപ്പ് ആസ് യു ഗോ അബൌട്ട് യുവർ ഡെയിലി ലൈഫ്? ഫിൽ ഇൻ യുവർ ഐഡിയാസ് ബിലോ. ഈ ഒരു സംഭവം കണ്ടില്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുറെ വട്ടോ അല്ലെ? ഇതെങ്ങനെ ഫില്ല് ചെയ്യും? ബിസിനസ് ഇന്റലിജൻസ്. How do you think business AI can help you as you go about ബിസിനസ് അങ്ങനത്തെയാണ് യൂസ് ചെയ്യല്ലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഒന്ന് അനലൈസ് ചെയ്യാനല്ലോ. ഓക്കെ, അപ്പൊ അത് ബിസിനസ് മറ്റേ ഡാറ്റ മൈനിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അടുത്തത് ഈ റോക്ക് പേപ്പർ സിസേഴ്സ്, ഈ കളി അറിയോ? ഈ കളി അറിയാം, ഈ കളി അറിയാം അല്ലേ? ഇത് ഈ കളിയുടേതല്ല ഇതിനകത്തെ പ്രശ്നം. ഇത് ആയിട്ട് കളിക്കുക എന്നുള്ളതാണ്. ഇത് ആയിട്ട് കളിക്കുന്ന സ്ക്രീനാ ഇത്. ഓക്കെ,
ഇത് ഇത് എ ആയിട്ട് കളിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത്. അല്ലാതെ കളിയുടെ ഒരു പ്രാധാന്യമല്ല. ഞാന് ഈ ഇതൊന്ന് നോക്കിയാല് ഉം. ഈ എ ആയിട്ട് കളിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഇരിക്കട്ടെ. ഉം. എ ആയിട്ട് കളിക്കുന്നത് ഒന്ന് നോക്കിയാല്, എന്നിട്ട് എങ്ങനെ ഇത് കളി അറിയാലേ? അടുത്തത് സെമാറ്റിക്സിന്റെ ആണ്. സെമാൻട്രിക്സ്. ഇത് നമ്മളെ NLP ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ടൈപ്പ് ദ ലിങ്ക് ഗിവൺ ആൻഡ് ക്ലിക്ക് ഓൺ ലോഞ്ച് എക്സ്പെരിമെന്റ് ഓപ്ഷൻ ടു സ്റ്റാർട്ട് ദ ഗെയിം. ഇതും ഒരു കളിയാണ്, ഒരു മാജിക് പോലെയുള്ള ഒരു സംഭവം. ഇത് നോക്കിയിട്ട് നാളെ ഒരു ഉത്തരം പറഞ്ഞു. ഈ ഗെയിമൊക്കെ എങ്ങനെയുണ്ടാകുന്നു. അടുത്തത് ഇത് കളറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടൈപ്പ് ദ ലിങ്ക് ആൻഡ് ക്ലിക്ക് ലെറ്റസ് ഡ്രോ ഓപ്ഷൻ ടു സ്റ്റാർട്ട് പ്ലേയിങ് ദി ഗെയിം. An item will be named on the screen for you to draw 20 seconds after you click on. അപ്പോ മൂന്നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, any contributions possible for the contribution of any AI project like DeepSeek. കേട്ടല്ലോ അല്ലേ? ഇതിലെ കേട്ടില്ലേ? പറഞ്ഞെന്താന്ന് മനസ്സിലായില്ലേ? സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കാണാൻ വയ്യ. ഇപ്പൊ PDF തന്നെ അല്ലേ? അതെ, PDF തന്നെ. പിന്നെ ഒരു 3 ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ചാറ്റ്. അപ്പോ ആ 3 ഗെയിംസിന്റെ റിപ്ലൈയും കൂടെ തരണം നാളെ. നാളെ ക്ലാസ് ഉണ്ടല്ലോ അല്ലേ? അപ്പോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഈ AI ലെവല് പ്രോജക്റ്റുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഓൺഗോയിങ് ലോകത്തിന്റെ പല ഭാഗത്ത്. ഇവിടെ ഏതെങ്കിലും ലെവലില് ജനറൽ പബ്ലിക്കിന് ഇതുമായിട്ട് സഹകരിക്കാൻ പറ്റുമോ? അതുവഴി നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ പറ്റുമോ? അതൊന്ന് നോക്കാമല്ലോ അല്ലേ? പിന്നെ ഒരു 3 ലിങ്ക് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊന്ന് ആ ഗെയിമിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അത് കോപ്പി ചെയ്തോളൂല്ലോ. കോപ്പി ഇല്ലേ? കോപ്പി ചെയ്തൊന്ന് കീപ്പ് ചെയ്തേരെ. ആ 3 ഗെയിം ഒന്ന് നോക്കിയിട്ട് വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് റിലേറ്റഡ് വിത്ത് ദാറ്റ്. നമ്മൾ എ എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തത് ചെയ്യണ്ടേ? ഒരു എക്സ്പീരിയൻസ് വേണ്ടേ? ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റണ്ടേ ഇതൊക്കെ ഞാൻ എയിൽ ചെയ്തിട്ടുണ്ട്, പറയാൻ പറ്റണോ? അതൊന്ന് നോക്കുക. ചെറിയ ലെവലിലാണെങ്കിലും നമ്മളിങ്ങനെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ഗെയിം ഒരു ഇന്റഗ്രൽ പാർട്ട് ഓഫ് അവർ കൾച്ചർ. പീപ്പിൾ അക്രോസ് ദ വേൾഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഗെയിംസ്, സോഷ്യൽ ഇന്ററാക്ഷൻ. ഇതൊക്കെ ഒരു ഗെയിമിന്റെ പ്രാധാന്യം പറയാ. ഗെയിം കൊണ്ട് എന്താണ്? ഒന്നാമത്തെ പ്രാധാന്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
is basically meant for social integration. Sorry, interaction. പിന്നെ നമ്മൾ തമ്മിലുള്ള ഒരു ആരോഗ്യകരമായ മത്സരം, കോമ്പറ്റീഷൻ. പിന്നെ ഏത് ഗെയിമും കളിക്കുന്നത് നമുക്കൊരു എൻജോയ്മെന്റിന് വേണ്ടി. അതാണ് ആ 3 റോള് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവിടെ 3 ഡൊമൈൻ പറയുന്നുണ്ട്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, ഡേറ്റ ഫോർ എ. ഇതാണ് ശരിക്കും പറഞ്ഞ എയുടെ 3 ഡൊമൈൻ. ഇതാ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട 3 ഗെയിമാണ് ഈ കളിക്കുന്നത്. എ ഗെയിം ബേസ്ഡ് ഓൺ ഡേറ്റ ഫോർ എ, where the machine tries to predict the next move of the participant. ഇവിടെ ആ എയുടെ 3 ഡൊമൈനിൽ ഒരു ഡൊമൈൻ ആയിട്ടുള്ള ഡേറ്റ ഫോർ എ ആയിട്ട് ബന്ധപ്പെട്ട ഗെയിമാണ് റോക്ക് പേപ്പർ സിസേഴ്സ് എന്ന് പറഞ്ഞ ആദ്യത്തെ കളി. ഓക്കെ, കേൾക്കാലോ അല്ല? Where the machine tries to win ahead of learning from the participant's previous moves. അപ്പോ 3 ഡൊമൈനിൽ ഒന്നായിട്ടുള്ള ഡേറ്റ ഫോർ എ ആണ് ആ റോക്ക് പേപ്പർ സിസേഴ്സ് എന്ന് പറഞ്ഞ കളി. ഈ സെമാട്രിക്സ് ആ വാക്കിൽ തന്നെ ഒരു നാച്ചുറൽ ലാംഗ്വേജോടെ ബന്ധമുണ്ടായിരുന്നു അല്ലെ? എ ഗെയിം ബേസ്ഡ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഈ സെറ്റ് ഓഫ് വേർഡ് അസോസിയേഷൻ ഗെയിംസ് പവേർഡ് ബൈ മെഷീൻ ലേൺ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ഗെയിം സെമാട്രിക്സ്. അപ്പോ രണ്ടാമത്തെ ഡൊമൈനുമായിട്ട് ഒരു കണക്ഷൻ ഈ ഗെയിമിൽ നിന്ന് കിട്ടും. അടുത്ത 3ാമത്തെ ഗെയിം കമ്പ്യൂട്ടർ വിഷനുമായിട്ട്, നമ്മൾ കൈകൊണ്ട് കാണിക്കുന്നത് അല്ല നിറം പറയുന്നത് അത് മനസ്സിലാക്കുന്ന ആണ്. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഗൂഗിൾ ആണ്. That challenges players to draw a picture of an object or idea. അപ്പൊ അവിടെ ഒരു കമ്പ്യൂട്ടർ വിഷൻ ആണ് പറയുന്നത്. അപ്പോ നമ്മള് ഒന്ന് പ്രോജക്ട്സ് അല്ല, നമുക്ക് ഈ ഓൺ ഗോയിങ് ഡീപ് സീക്കിനെ കുറിച്ചും ഡീപ് സീക്കിനെ കോമ്പീറ്റ് ചെയ്യുന്ന പലതും ഇന്ത്യയിൽ നിന്ന് ഉണ്ടാകുന്നു, ലോകത്ത് മറ്റു പലതും ഉണ്ടാകുന്നു ഒക്കെ പറയുമ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഡെവലപ്മെന്റ്സിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റുമോ, അതിനെക്കുറിച്ച് നാളെ ഒന്ന് പറയുമല്ലോ ഈ കോമ്പറ്റീഷനിൽ. പിന്നെ നമ്മൾ എയുടെ 3 ഡൊമൈൻ പറയുന്നുണ്ട്. ഒന്ന് ഡേറ്റ ഫോർ എ ആണ്, 2 നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ്, 3 കമ്പ്യൂട്ടർ വിഷൻ. ഇത് വളരെ ലൈറ്റ് ആയിട്ട് കമ്പ്യൂട്ടർ വിഷന്റെ ഒരു ഗെയിം, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗിന്റെ ഒരു ഗെയിം, ഡേറ്റ ഫോർ എയുടെ ഒരു ഗെയിം നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഓരോരോ നല്ല എക്സാമ്പിളും പറയാൻ പറ്റും. ഇത് 3 എയുടെ ഡൊമൈൻ. ഈ 3 ബന്ധപ്പെട്ട ഒരു ഗെയിം നമ്മൾ പറയും. അങ്ങനെ നമ്മൾ സ്മൂത്ത് ആയിട്ട് ആ ഡേറ്റ ഫോർ എ എന്താണെന്നും NLP സെമാട്രിക്സ് എന്താണെന്നും കമ്പ്യൂട്ടർ വിഷൻ എന്താണെന്നും ഈ 3 ഗെയിമിലും കൂടെ പഠിക്കും അല്ല? അങ്ങനെയല്ലേ? You are 60 minutes before he inserts a virus into every electronic device in the world. We will work in groups 4 to 5 students now. Whether you are ready or not, the countdown is going to start now. Grab a seat in front of the computer and start your challenge. Here are some visuals. That will help you guess games you are going to play. You have 10 seconds. ഇത് നമുക്കറിയാലോ ഇതെന്താണ് ആ സിസറിന്റെ കളികൾ. ആ കൈ മലത്തി തിരിച്ചു കാണിക്കുന്നത് പേപ്പറും ചുരുട്ടി കാണിക്കുന്നത് കല്ലുവ, റോക്കുവ. അടുത്തത് NLP ആയിട്ട് ബന്ധപ്പെട്ട ലഞ്ച്, മ്യൂസിയം, അതൊക്കെ ആ NLP ആയിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ആംബുലൻസ്, ഡ്രോ ആംബുലൻസ്, ഇത് കമ്പ്യൂട്ടർ വിഷനുമായിട്ട് ബന്ധപ്പെട്ടത്. പെയർ ആക്ടിവിറ്റി, ലിസ്റ്റ് ദ ഡിഫറെന്റ് സോഴ്സ് ഫ്രം where you collect the data. Write 3 things you learn from the game.
ഇത് ആ ഗെയിം കഴിഞ്ഞ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എന്താണ് ഇതിനകത്തൊന്ന് പഠിച്ചതെന്നുള്ളത്. നാച്ചുറൽ ലാംഗ്വേജിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. ഈ NLP ആയിട്ട് ബന്ധപ്പെട്ട ആ ഗെയിമിൽ നിന്ന് നമ്മൾ എന്താ പഠിച്ചത്? ഓക്കെ, ഹലോ. കമ്പ്യൂട്ടർ വിഷനുമായിട്ട് ബന്ധപ്പെട്ട് did you face any difficulty while playing this game? How did you overcome this? കമ്പ്യൂട്ടർ വിഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്പൊ അത് നമ്മളോട് പറഞ്ഞു. അപ്പൊ എയുടെ 3 ഡൊമൈൻസ് പറഞ്ഞു. ഒന്ന് കമ്പ്യൂട്ടർ വിഷൻ ആണ്, വർക്ക് വിത്ത് വീഡിയോസ് ആൻഡ് ഇമേജസ് ആണ്, enabling machines to interpret and understand visual information. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് textual data enabling machine to comprehend, generate and manipulate human language. പിന്നെ statistical techniques to analyze, interpret and draw insight from numerical tabular data. അപ്പൊ ഈ 3 കാര്യങ്ങള് ഇതില് നാളെ പറയണം കേട്ടാ. അതായത് NLP ആയിട്ട് ബന്ധപ്പെട്ട ഗെയിമില് NLPയില് ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ മനസ്സിലായി, കമ്പ്യൂട്ടർ വിഷന്റെ ഗെയിമിൽ കമ്പ്യൂട്ടർ വിഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാ ഗെയിമിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി, ഡേറ്റ ഓൺ AI അതില് നമ്മള് ആ സിസേഴ്സിൽ നിന്ന് അതെന്താ മനസ്സിലാക്കിയത്, ആ കാര്യങ്ങളും പിന്നെ ഈ ഓൺ ഗോയിങ് പ്രോജക്റ്റുകൾ പലതും നടക്കുന്നതിനകത്ത് നമ്മുടെ ഒരു എൻട്രി പോസിബിൾ ആണോ എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്കറിയാവുന്ന ഒന്നാണ് ഫേസ് ലോക്ക് ഇൻ സ്മാർട്ട് ഫോൺ. അപ്പോ ഇന്ന് സ്മാർട്ട് ഫോണുകൾ ഫേസ് ലോക്കുമായിട്ടാണ് വരുന്നത്. അതിന്റെ ഫ്രണ്ട് ക്യാമറ ഒരു തവണ നമ്മളുടെ ഫേസ് ക്യാപ്ചർ ചെയ്ത് കീപ്പ് ചെയ്യും. പിന്നെ ഓരോ തവണയും നമ്മളുടെ മൊബൈൽ അൺലോക്ക് ചെയ്യാനായിട്ട് ആ പടമായിട്ട് അത് കമ്പയർ ചെയ്യും. അതല്ലേ അവിടെ പറഞ്ഞത്. പിന്നെ സ്മാർട്ട് അസിസ്റ്റൻസ് ആണ്. നമ്മൾ കുറെ കാലമായിട്ട് കേൾക്കുന്നുണ്ട് ആപ്പിളിന്റെ സിരിയും ആമസോണിന്റെ അലക്സയും. ഇത് നമ്മൾ ഓരോരുത്തരും ഭാഷ സംസാരിക്കുന്ന ഡിഫറെന്റ് ആണ്. അപ്പൊ റെക്കഗ്നൈസ് പാറ്റേൺ ഇൻ സ്പീച്ച്, അതിൽ നിന്ന് മീനിങ് ആൻഡ് പ്രൊവൈഡ് യൂസ്ഫുൾ റെസ്പോൺസ് അത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇത് സിരിയെ കുറിച്ചും ആമസോണിന്റെ അലക്സയെ കുറിച്ചുമാണ് പറഞ്ഞത്. മറ്റെന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. സിരിയും അലക്സയും, സിരിയെ കുറിച്ചും അലക്സയെ കുറിച്ചും ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. നാളെ അതൊന്ന് അതിനകത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. അത് നമ്മൾ ചെയ്തു. ഇനിയും ഫ്രോഡ് ആൻഡ് റിസ്ക് ഡിറ്റക്ഷൻ, ഇത് നമുക്ക് നല്ല രീതിയിൽ ഡാറ്റ അനാലിസിസ് അങ്ങനെയുള്ള പല ഡാറ്റ സയൻസിന്റെ സ്കോപ്പുള്ള ഒരു മേഖലയാണ്. ബാഡ് ഡെപ്സ് എന്ന് പറഞ്ഞ വാക്കറിയാലോ അല്ലെ? ബാഡ് ഡെപ്സ് അതല്ലേ, ബാഡ് ഡെപ്സ് അറിയാം അല്ലേ? കിട്ടാക്കടം എന്നാണ്. കിട്ടാക്കടം എന്ന് പറഞ്ഞാൽ അവര് പൈസയൊക്കെ തന്നു, പക്ഷെ ആ പൈസ കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ചില സംഭവങ്ങളില്ലേ, അത് പലപ്പോഴും ബിസിനസ്സിൽ ഉണ്ടാകാറുണ്ട്. ബാഡ് ഡെപ്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പെർസെന്റേജ് പല ബിസിനസ് സ്ഥാപനങ്ങളും മാറ്റിവെക്കും. ഒരു 1-2% ഒക്കെ കിട്ടാതെ വരും. പൈസ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം കച്ചവടത്തിന് അത് കിട്ടാതെ വരുന്നത് കിട്ടാത്തതെന്ന് എഴുതി വെച്ചിട്ട് പിന്നീട് അത് റിക്കവർ ചെയ്ത് ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഈ കിട്ടാക്കടം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാലും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് അവരെ ഫോളോ ചെയ്ത് പൈസ പിന്നീട് വാങ്ങുന്ന പരിപാടിയൊക്കെ ഉണ്ട് അതിനകത്ത്. തൽക്കാലം കിട്ടാക്കടം അതാണ് ഈ ബാഡ് ഡെപ്സ്. ഇത് ഫൈനാൻസ് കമ്പനീസിലുണ്ട്. എവറി ഇയർ ദേ ഹാഡ് എ ലോട്ട് ഓഫ് ഡേറ്റ. അവിടെ അവർ പറയുന്നൊരു കാര്യം, ഇവർക്ക് ധാരാളം ഡേറ്റ ഇവരുടെ കയ്യിലുണ്ട്. ആ ഇനിഷ്യൽ പേപ്പർ വർക്കിൽ ലോൺ സാങ്ഷൻ ചെയ്യുമ്പോൾ they decided to bring in data scientists to rescue them from losses. അപ്പോ ഇത് കൊണ്ടുവന്നിട്ട് അവർക്ക് നഷ്ടത്തിൽ നിന്ന് വേണമെങ്കിൽ ഡേറ്റ അനാലിസിസിൽ
കൂടെ അവർക്ക് പരിഹരിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മളുടെ പഴയ ട്രാൻസാക്ഷൻസ് ഒക്കെ നോക്കി നമ്മൾ മേടിച്ചു കൊടുക്കുന്ന ആളാണോ എന്ന് അവർക്ക് പഴയ ഡേറ്റയിൽ നിന്ന് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് ലോൺ തരാൻ പറ്റും. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുടെ ഡേറ്റയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ ആൾക്ക് കൊടുക്കാതിരിക്കുക. അങ്ങനെ നമുക്ക് റിസ്ക് കുറയ്ക്കാൻ പറ്റും. ബേസിക്കലി പറയുന്ന അതാ അല്ല, ക്ലിയർ അല്ലേ പറയുന്ന? ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? അതായത് പഴയ ഡേറ്റ നോക്കിയിട്ട് അതായത് മുമ്പ് പൈസ വാങ്ങിയതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തവണ പൈസ കൊടുക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്കൊരു തീരുമാനത്തിലെത്താം, ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ പക്ക ആണെങ്കിൽ. അതേസമയം നമ്മൾ അയാളുടെ ഡേറ്റ പരിശോധിക്കുമ്പോൾ മുമ്പ് പലപ്പോഴും ഇയാൾ പൈസയൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ ആ ആൾക്ക് വീണ്ടും കൊടുക്കുന്നത് അത്ര ശരിയല്ല, ലോസം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഡേറ്റ സയൻസിൽ നിന്ന് ആ ഡേറ്റയിൽ നിന്ന് പഠിക്കുന്നത്. Over the years, banking companies learn to divide and conquer